ഗൈസ് തൊട്ടടുത്തുള്ള ചായക്കടയിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ഗുണ്ടുമണി ഗുണ്ടു നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഗുണ്ടുമായിട്ട് നമ്മൾ നേരെ പോകുന്നത് കടലിൽ നിന്ന് കുറച്ച് ഈ ഒരു ടൈപ്പ് പായല് പിച്ചി തോണ്ടി എടുക്കാനാണ്. നല്ല നൂല് പോലെ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം കൊണ്ട് വലിയൊരു ഉപയോഗമുണ്ട് കേട്ടോ. വെറ്റയിൽ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ നമ്മൾ കൊണ്ടുവന്ന ഗുണ്ട് ഇതുപോലെ തുറന്നു വെച്ച ശേഷം പായൽ അതിലേക്ക് വെക്കുവാണ്. ഇനി എല്ലാം കൂടെ ചേർത്ത് ഞെരടി പീത്തി എടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിന് സാധനം കൈ കിട്ടും. ഈ ഒരു സാധനം ചൂണ്ടക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് വളരെ വലിയ ഒരു സവിശേഷത കിട്ടും കേട്ടോ. നല്ല മുടിനാര് പോലെ നീണ്ടിരിക്കുന്ന പായൽ ചൂണ്ടയിൽ ഇതുപോലെ നമുക്ക് ചുറ്റി പണഞ്ഞ് വെക്കാവുന്നതാണ്. പായലിന്റെ കൂടെ ഗുണ്ടിന്റെ എസൻസ് കൂടി ആവുമ്പോൾ മീൻ ഇതിന്റെ അകത്ത് ഓടി വന്ന് അടിക്കുന്നതായി കാണാൻ കഴിയും. ഇതിലെ ഏറ്റവും വലിയ സവിശേഷത എന്നത് പായൽ ഇതിന്റെ അകത്ത് ചുറ്റി പണഞ്ഞ് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ചെറുമീനുകൾ എത്ര ഇട്ട് കൊത്തിയാലും ഇത് പെട്ടെന്നൊന്നും ഇളകി പോകാനുള്ള ചാൻസ് ഇല്ല. മിക്ക ആൾക്കാരും മീനിന് തീറ്റി കുഴയ്ക്കുമ്പോൾ കൂടെ പഞ്ഞിട്ട് കുഴയ്ക്കുന്നത് ഈ ഒരു എഫക്ട് കിട്ടാൻ വേണ്ടിയാണ്. എന്നാൽ ഇതുപോലത്തെ പായൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ മാവിന്റെ അംശം തീർന്നാലും മീൻ പിന്നെയും ഇതിനകത്ത് കൊത്തുന്നതായി കാണാൻ കഴിയും. എന്തായാലും പായൽ എടുക്കാനായി കടൽക്കരയിൽ പോകുമ്പോൾ നമ്മുടെ സേഫ്റ്റി കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. കാരണം പായൽ പിടിച്ചു കിടക്കുന്ന മിക്ക കടലിലെ തീരങ്ങളിലും കാലൻ ഇടയ്ക്കിടക്കായി പോത്തിനെ മേയ്ക്കാനായിട്ട് എത്താറുണ്ട് കേട്ടോ.